Next problem is calculate the mm required for the air gap of a machine having core length equal to 0.32 meter, including 4 ducts of 10 mm each, pole arc equal to 0.19 meter, slot pitch equal to 65.4 mm, slot opening equal to 5 mm, air gap length equal to 5 mm, flux per pole equal to 52 milliweber. Cartwright's coefficient is 0.18 for opening bar gap equal to 1, and Cartwright's coefficient is 0.28 for opening bar gap equal to 2. Calculate the mm required for the air gap of a machine having core length equal to 0.32 meter, including 4 ducts of 10 mm each, pole arc equal to 0.19 meter, slot pitch equal to 65.4 mm, slot opening equal to 5 mm, air gap length equal to 5 mm, flux per pole equal to 52 milliweber. Cartwright's coefficient is 0.18 for opening bar gap equal to 1 m. For opening bar gap equal to 1. ഈ റേഷ്യോയ്ക്കാണ് ഓപ്പണിംഗ് ബാർ ഗ്യാപ്പ് 1 എന്ന് പറയുന്ന റേഷ്യോ വരുമ്പോൾ 0.18 അപ്പം ആൻഡ് ഈസ് 0.28 ഫോർ ഓപ്പണിംഗ് ബാർ ഗ്യാപ്പ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് സ്ലോട്ടും ഉണ്ട് ഡക്റ്റും ഉണ്ട്. അപ്പോൾ സ്ലോട്ട് ആകുമ്പോഴത്തേക്ക് സ്ലോട്ട് ഓപ്പണിംഗ് 5 ഗ്യാപ്പ് ലെങ്ത് 5. അപ്പോൾ ഈ റേഷ്യോ ഓപ്പണിംഗ് ബാർ ഗ്യാപ്പ് എന്ന് പറയുന്നത് സ്ലോട്ടിനെ സംബന്ധിച്ചാണ് 1. അപ്പോൾ അന്നേരം സ്ലോട്ടിൻ്റെത് 0.18 ആണെന്ന് മനസ്സിലാക്കണം. ഇനി ഡക്റ്റ് ആകുമ്പോഴോ ഡക്റ്റ് 10 mm ആണ്. അപ്പം 10 mm ആകുമ്പോൾ ഈ ഡക്റ്റ് വിഡ്ത്ത് ബൈ ഗ്യാപ്പ് 10 mm ഡിവൈഡഡ് ബൈ ഗ്യാപ്പ് ലെങ്ത് 5, 10 mm ബൈ 5 ഇപ്പം 2 എന്ന് വരും. അത് ആ റേഷ്യോ 2 ആകുമ്പോൾ കാർട്രേഴ്സ് കോഎഫിഷ്യൻറ്റ് 0.28 ആണ്. അതായത് ഡക്സിനെ സംബന്ധിച്ച് കാർട്രേഴ്സ് കോഎഫിഷ്യൻറ്റ് 0.28 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സൊല്യൂഷൻ നോക്കാം. റേഷ്യോ സ്ലോട്ട് ഓപ്പണിംഗ് ബൈ എയർ ഗ്യാപ്പ് ലെങ്ത് 5/5 ഈക്വൽ ടു 1 പറഞ്ഞത്. കാർട്രേഴ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ സ്ലോട്ട്സ് is KCS. Cartwright's coefficient KCS is 0.18. This is a salient pole machine with a semi-closed slot. Semi-closed slots ആയപ്പോഴാണ് semi-closed slots. Doesn't matter. അപ്പോൾ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് എങ്ങനെ വരും? ഈസ് YS മൈനസ് KCS ഇൻറ്റു WS എന്ന് പറയുന്നതിന് പകരം W0 സ്ലോട്ട് ഓപ്പണിംഗ്. മൊത്തം സ്ലോട്ട് ഓപ്പണിംഗ് അല്ല, അപ്പം സ്ലോട്ട് ഭാഗികമായിട്ട് ഓപ്പൺ എന്നുള്ളത്. അതുകൊണ്ട് W0 അല്ലെങ്കിൽ W0 YS മൈനസ് KCS ഇൻറ്റു WSൻ്റെ സ്ഥാനത്ത് W0 അല്ലെങ്കിൽ നിങ്ങളുടെ WS സ്ലോട്ട് ഓപ്പണിംഗ് എന്നെടുത്താൽ മതി. അപ്പോൾ 65.4 ഡിവൈഡഡ് ബൈ 65.4 മൈനസ് 0.18 ഇൻറ്റു 5 ആണ് സ്ലോട്ട് വിഡ്ത്ത്, സ്ലോട്ട് ഓപ്പണിംഗ്. ഇവിടെ 65.4 സ്ലോട്ട് പിച്ച് നേരിട്ട് തന്നിട്ടുണ്ട്. സ്ലോട്ട് പിച്ച് 65.4 നേരിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് KGS ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. KGS ഇവിടുന്ന് കിട്ടുന്നത് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് എന്ന് പറയുന്നത് 1.014. ഫോർ ഡക്സ് റേഷ്യോ ഡക്റ്റ് വിഡ്ത്ത് ബൈ എയർ ഗ്യാപ്പ് ലെങ്ത് 10/5 2. അപ്പോൾ അത് കാർട്രേഴ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ ഡക്സ് KCD ഈക്വൽ ടു 0.28 നേരത്തെ പറഞ്ഞതാണ് ഗിവൺ. അപ്പോൾ കാർട്രേഴ്സ് കോഎഫിഷ്യൻ എങ്ങനെയാണ് അതിനകത്ത് എടുക്കുന്നതെന്നുള്ളത് ഈ രീതിയിലുള്ള പ്രോബ്ലം ചോദിക്കാം. ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ ക്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ ഡക്സ് KGD ഈക്വൽ ടു L/L മൈനസ് KCD ഇൻറ്റു ND ഇൻറ്റു WD. L ഡിവൈഡഡ് ബൈ L മൈനസ് KCD ഇൻറ്റു ND ഇൻറ്റു WD. അപ്പം L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദി കോർ തന്നിട്ടുണ്ടല്ലോ, ലെങ്ത് ഓഫ് ദ കോർ
0.32 മീറ്ററാണ്. ലെങ്ത് ഓഫ് ദ കോർ 0.32 മീറ്ററാണ്. ലെങ്ത് ഓഫ് ദ കോർ 0.32. അപ്പോൾ അതിനെ മില്ലിമീറ്റർ ആക്കുമ്പോൾ 320 mm എന്ന് വരും. 320 mm. അപ്പം അതിനെ നമ്മൾ മില്ലിമീറ്റർ ആക്കി. അവയെല്ലാം മില്ലിമീറ്ററിലാണ് ഇനി. അപ്പോൾ 320 ഡിവൈഡഡ് ബൈ 320 മൈനസ് 0.28 കാർട്രേജ് കോഎഫിഷ്യൻറ്റ് ഫോർ ഡക്ട്സ്. ഇതിൻ്റെ 4 ഡക്റ്റുണ്ട്, ഓരോന്നും 10 mm വിഡ്ത്ത്. അപ്പം 1.036 എന്ന് പറഞ്ഞു. 1.036. ടോട്ടൽ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഓവറാൾ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ kg സമം kgs ഇൻറ്റു kgd. kgs ഇൻറ്റു kgd. അപ്പോൾ ദാറ്റ് ഈസ് kg ഈക്വൽ ടു 1.014 ഇൻറ്റു 1.036. രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്ത് 1.05. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദി പോൾ. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പോളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ആക്ച്വലി ഇതാണ്ട് ഇപ്പുറത്തെ ഒരു സംഗതി അത് അറിയണം. അത് തൽക്കാലം അത് ഇങ്ങനെ അങ്ങ് അറിഞ്ഞു വെക്കുക. ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പോൾ കണ്ടുപിടിക്കാൻ ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ പോളാർക്ക്. പോളാർക്ക് പോർഷൻ മാത്രം എടുക്കുക. പോളാർക്ക് പോർഷൻ മാത്രം എടുക്കുക. ഇതാണ് പോളാർക്ക് പോർഷൻ. അപ്പം ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പോൾ, പോളിൻ്റെ നടുവിലത്തെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ശരിക്കും നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി ഇങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ അത് സെൻറ്റർ ഓഫ് ദ പോൾ എന്ന് പറഞ്ഞാൽ BG എന്നും പറഞ്ഞെടുത്തു, ഗ്യാപ്പ് പോർഷൻ. അപ്പോൾ ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ പോളാർക്ക് ബൈ കോർ ലെങ്ത്, അതിൻ്റെ പോൾ ഏരിയ എന്നുള്ളത്. പോൾ ഏരിയ. അപ്പോൾ ലെങ്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ലെങ്ത് ഇങ്ങനെയാണെങ്കിൽ ആ പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ പോളാർക്ക് പോർഷൻ ഇൻറ്റു ലെങ്താണ്. അപ്പം ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഈ പോർഷനിലെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ പോളാർക്ക് ബൈ കോർ ലെങ്ത് 0.854 വെബ് പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് MM റിക്വയർഡ് ഫോർ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തു. ATG ഈസ് 800,000 ഇൻറ്റു kg/BG ഇൻറ്റു LG. 800,000 ഇൻറ്റു kg/BG ഇൻറ്റു LG. ഓർത്തിരിക്കാൻ എളുപ്പം kg/BG ഇൻറ്റു LG എന്ന് പഠിക്കുന്ന. അത് നോക്കുമ്പോൾ ഈ എയർ ഗ്യാപ്പിൽ കൂടെ ഇത്രയും ഫ്ലക്സ് ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കേണ്ട MMF എന്ന് പറയുന്നത് 3587 ആംപിയർ ടേൺസാണ്. ഇനി ഈ സാലിയൻ പോൾസ് ഈ ഒരു ഡെറിവേഷൻ എടുത്തതിന് ശേഷമായിരുന്നു മറ്റേ പ്രോബ്ലം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഈ സാലിയൻ പോൾസ് വരുമ്പോഴത്തേക്ക് എന്താണ് ഇഫക്റ്റ്? ഇൻ ദ കേസ് ഓഫ് സാലിയൻ പോൾ മെഷീൻസ് ദി ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. എയർ ഗ്യാപ്പ് ലെങ്ത് കോൺസ്റ്റൻ്റ് അല്ല. കണ്ടില്ലേ എയർ ഗ്യാപ്പ് ലെങ്ത്? നേരത്തെ പറഞ്ഞ കാര്യം. ഇവിടെ സാലിയൻ പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതൊന്ന് സ്പ്രെഡാക്കുന്നതിന് വേണ്ടിയാണ് ആ പോൾഷു അങ്ങനെ എടുത്തിരിക്കുന്നത്. അങ്ങ് സ്പ്രെഡാക്കി കൂടുതൽ സ്ഥലത്തേക്ക് ഫ്ലക്സ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്പ്രെഡാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സ്പ്രെഡാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിരുന്നാലും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഈ പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പോളിൻ്റെ അധീനതയിലുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് പോൾ പിച്ച്. പക്ഷേ ശരിക്കും ആ ആർക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ പ്ലെയിൻ ആകാം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കർവ്ഡായിട്ടുള്ള നേച്ചറിലും അത് ഇരിക്കാം കുറച്ച്. അപ്പം മൊത്തം ഏരിയ ഇല്ല, മൊത്തം വിഡ്ത്തിലില്ല, കുറച്ച് പോർഷനിലേ ഉള്ളൂ. അപ്പോൾ ഈ പോളാർക്ക് ഡിവൈഡഡ് ബൈ പോൾ പിച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ റേഷ്യോ 0.7 അടുത്ത് വരും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സാലിയൻ പോൾ മെഷീൻസ് ദ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഓർ ദ എൻറ്റയർ പോൾ പിച്ച്. മൊത്തം പോൾ പിച്ചിൽ ഇത് എയർ ഗ്യാപ്പ് ഒരേപോലല്ല. അതുകൊണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ. യൂണിഫോം എയർ ഗ്യാപ്പാണ്. ഈ മൊറലെസ് യൂണിഫോം എയർ ഗ്യാപ്പാണ്. മൊറലെസ് എന്ന് ഞാൻ പറയാൻ കാര്യം ഈ കർഡ് സർഫസ് വരുമ്പോഴാണ് മൊറലെസ് എന്നുള്ള വാക്കിന് പ്രസക്തി. ഇതാണെന്നുണ്ടെങ്കിൽ യൂണിഫോമാണ്. ശരിക്കും പ്രാക്ടിക്കലി ഇങ്ങനെയാണ് നമ്മൾ പോളാർക്ക് വരുന്നത്. പോള് ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പം the length of air gap is not constant over the entire pole pitch, hence the flux density distribution over the pole pitch is as shown in figure B. അപ്പോൾ ശരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈ സ്ഥലത്ത് ഇവിടെ കുറച്ച് ഫ്ലക്സേ വരുള്ളൂ, കുറച്ച് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ ചാടി ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രൗഡഡ് ആയിട്ട് ഇങ്ങനെ വരും ഡെൻസിറ്റി. അപ്പോൾ അത് യൂണിഫോം ഡെൻസിറ്റി. ഇവിടെ ഇത് ഇത്രയും പോർഷനിൽ ഒരേ ഫ്ലാറ്റ് ടോപ്ഡാണ്, ഒരേപോലെ BG. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ്ലി ഇങ്ങനെ വന്ന് ഇവിടെ കുറഞ്ഞ് ഇങ്ങനെ വരും. ഇതിൻ്റെ ഒരു ആവറേജ് ഇവിടെ മുതൽ ഈ ഒരു പോൾ പിച്ച് പോർഷനിലുള്ള ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി
ഒരു പോൾ അതിൻ്റെ അധീനതയിലുള്ള പ്രദേശത്തെ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ബി ആവറേജ്, നമ്മുടെ സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത് ബി ആവറേജ്. ഈ കർവിൻ്റെ ഒരു ആവറേജ്, ഇതിൻ്റെ ഒരു ആവറേജ്, അതായത് ഈ ഡോട്ടർ ലൈൻ ഈ ലെവലിൽ, അതാണ് ബി ആവറേജ്. The flux density distribution of the pole pitch is as shown in figure B. ഇത് ഫിഗർ ബി ആക്ച്വൽ ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്താണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. Since all the flux lines are in parallel, since all the fluxes are in parallel, ഈ ഫ്ലക്സസ് എല്ലാം പാരലായിട്ടുള്ള ട്യൂബ്സ് ആയതുകൊണ്ട്, since all the fluxes are in parallel, to find out the MMF of the air gap, it is enough that we find out the MMF of any flux tube, say the MMF of the flux tube at the center. ഇത് ഈ ഫ്ലക്സിനെ നമുക്ക് ഫ്ലക്സ് ട്യൂബായിട്ട് കൺസിഡർ ചെയ്ത് ഇതെല്ലാം പാരലായിട്ട് വരുന്നതായതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫ്ലക്സ് ട്യൂബിൻ്റെ MMF കണ്ടുപിടിച്ചാൽ മതി. എല്ലാം പാരലായിട്ട് വരില്ലേ, പാരലായിട്ടുള്ള ഫ്ലക്സാണ്. അപ്പോൾ അത് ഏതെങ്കിലും നടുക്കലത്തേൻ്റെ MMF നമ്മൾ എടുത്താൽ മതി. ഇറ്റ് ഈസ് ഇനഫ് ദാറ്റ് വി ഫൈൻഡ് ഔട്ട് ദി MMF ഓഫ് എനി ഫ്ലക്സ് ട്യൂബ്, സേ ദി MMF ഓഫ് ദ ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ. MMF required for the air gap of a silent pole machine, that is ATG, is flux in a flux tube into ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ആണല്ലോ. ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്, അതായത് EMF എന്ന് പറയുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് പോലെ, കറണ്ടിന് അനലോഗസ് ആയിട്ട് ഫ്ലക്സ്, റെസിസ്റ്റൻസിന് അനലോഗായിസ് ആയിട്ട് റിലക്റ്റൻസ്. മാഗ്നറ്റിക് സർക്യൂട്ടിലെ MMF എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിലെ EMFന് സമാനമാണ്. ഇലക്ട്രിക് സർക്യൂട്ടിലെ EMF എന്ന് പറയുന്നത് നമ്മളെടുക്കുക I/R എന്ന് എടുക്കുന്നത് മാതിരി ഇവിടെ നമ്മൾ ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് അതായി എഴുതിയിരിക്കുന്നത്. അപ്പം ഫ്ലക്സ് എന്ന് പറയുന്നതോ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ. ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഈ സെൻറ്ററിലെ ഒരു ഫ്ലക്സ് ട്യൂബിൻ്റെ ഏരിയ ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ ഇൻറ്റു BG ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ ഇൻറ്റു റിലക്റ്റൻസ് ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ. അതെന്താണ്? BG ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലക്സ് ട്യൂബ് ഇൻറ്റു ഈ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? L/Amu ആണ്. L/Amu ആണല്ലോ. അപ്പോൾ ലെങ്ത് ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ ഇൻറ്റു μ0. ഇവിടെ ഗ്യാപ്പ് ആയതുകൊണ്ട് μr ഇല്ല, μ0 മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ഫ്ലക്സ് ട്യൂബും അപ്പം അങ്ങ് ക്യാൻസലായി പോകും മുകളിലും താഴെയുള്ള. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് വരും? BG ഇൻറ്റു ലെങ്ത് ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ. ലെങ്ത് ഓഫ് ഫ്ലക്സ് ട്യൂബ് അറ്റ് ദ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്ലോട്ടിങ് വരുമ്പോഴത്തേക്ക്, ബിക്കോസ് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് സ്ലോട്ടിങ്, ഡ്യൂ ടു ദ ഇഫക്റ്റ് ഓഫ് സ്ലോട്ടിങ് the LG get elongated to kg into LG. സ്ലോട്ട്സിൻ്റെ എഫക്റ്റോടെ കൺസിഡർ ചെയ്യുമ്പോൾ kg into LG. വെറും പ്ലെയിൻ ആണെങ്കിൽ, പ്ലെയിൻ ആർമേച്ചർ സർഫസ് ആണെങ്കിൽ kg ഇല്ല. അപ്പം ഇത് BG ഇൻറ്റു kg into LG ഡിവൈഡഡ് ബൈ 4π × 10⁻⁷ ഈ μ0യുടെ. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ATG ഈക്വൽ ടു 800,000 kg BG ഇൻറ്റു LG എന്ന് വരും. അപ്പോൾ MMF ആ എക്സ്പ്രഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്, ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പം സാലിയൻ പോൾസിൻ്റെ അടിയിലുള്ള എയർ ഗ്യാപ്പിൽ MMF, അതിന് വേണ്ടുന്ന MMF എന്ന് പറയുന്നത് 800,000 kg BG ഇൻറ്റു LG ആംബിയർ ടേൺസ് ആണ്.